ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. താനൂരിൽ വയോധിക കുളത്തിൽ വീണ് മുങ്ങി മരിച്ചു. ഓഴൂർ ഓണക്കാട് സ്വദേശിനി തിരുവങ്ങാട്ട് കളരിക്കൽ കമലാക്ഷിയാണ് മരിച്ചത്. കൊണ്ടാരംകുളങ്ങര ക്ഷേത്രക്കുളത്തിലാണ് മുങ്ങി മരിച്ചത്. ചാവക്കാട് പൊന്നാനി ദേശീയപാതയിൽ പുതിയുരുത്തി സെന്ററിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അപകടത്തിൽ സ്കൂട്ടർ യാത്രികൻ പാലപ്പെട്ടി സ്വദേശി മുഹമ്മദ് ഉണ്ണി മുസ്ലിയാർ മരിച്ചു. 6 മാസത്തിനു ശേഷം പൊന്നാനി കടവനാട് തേറയിൽ പീടിക ഭാഗത്ത് വീണ്ടും അക്രമം. 2 ബൈക്കുകളിൽ മുഖംമൂടി ധരിച്ചെത്തിയ 6 സംഘം യുവാവിനെ മാരകായുധങ്ങൾ കൊണ്ട് അടിച്ചു പരിക്കേൽപ്പിച്ചു. കടവനാട് സ്വദേശി അടിപ്പറമ്പിൽ ശ്യാംജിത്തിനാണ് അക്രമത്തിൽ തലയ്ക്കും കൈയിനും ഗുരുതര പരിക്കേറ്റത്. നിലമ്പൂരിൽ നഗരസഭയുടെ അനുമതിയില്ലാതെ രാത്രിയുടെ മറവിൽ ഓവുചാൽ അടച്ചുള്ള കെട്ടിട ഉടമയുടെ നിർമ്മാണ പ്രവൃത്തി പോലീസിന്റെ സഹായത്തോടെ നഗരസഭ തടഞ്ഞു. വീട്ടിക്കുത്ത് മാംസ്യ മാർക്കറ്റിന്റെ പിൻഭാഗത്തെ ഓവുചാൽ അടച്ചാണ് സ്വകാര്യ കെട്ടിട ഉടമ പുതിയ മുറി പണിയുന്നത്. മൂർക്കനാട് ഗ്രാമപഞ്ചായത്ത് കൊളത്തൂർ അമ്പലപ്പടിയിൽ 2 പാലങ്ങൾക്ക് ഭരണാനുമതിയായി. പെരിന്തൽമണ്ണ വളാഞ്ചേരി റൂട്ടിൽ പള്ളിപ്പടിക്കും അമ്പലപ്പടിക്കും ഇടയിലുള്ള പാടം ഭാഗത്ത് ഏതാനും മീറ്ററുകൾ അകലത്തായി സ്ഥിതി ചെയ്യുന്ന 2 പാലങ്ങൾക്കാണ് ഭരണാനുമതിയായത്. കരുവാരക്കുണ്ട് CHCയിൽ 1.5 കോടിയോളം രൂപ മുടക്കി നിർമ്മിച്ച ഐസൊലേഷൻ വാർഡ് ഉപകാരമില്ലാതെ നശിക്കുന്നു. കോവിഡ് പശ്ചാത്തലത്തിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് കെട്ടിടം. സ്കൂളിന്റെ തകർന്നു കിടക്കുന്ന ചുറ്റുമതിൽ സുരക്ഷാ ഭീഷണി ഉയർത്തുന്നതായി പരാതി. തുയ്യം ഗവൺമെന്റ് LP സ്കൂളിന്റെ മതിലിന്റെ ഭാഗമാണ് വർഷങ്ങളായി തകർന്നു കിടക്കുന്നത്. ഇതുമൂലം രാത്രി സമയത്ത് സാമൂഹിക വിരുദ്ധരുടെ ശല്യം വർദ്ധിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് കളിക്കാനായി പഞ്ചായത്ത് നിർമ്മിച്ച കോർട്ട് തെങ്ങ് മുറിഞ്ഞു വീണ് തകർന്നു. തിരൂരങ്ങാടി നഗരസഭയിൽ സമഗ്ര ശുദ്ധജല പദ്ധതിയുടെ ഭാഗമായി കക്കാട് ജലസംഭരണി നിർമ്മാണം തുടങ്ങി. കക്കാട് ബൂസ്റ്റർ ജലസംഭരണിയുടെ നിർമ്മാണമാണ് തുടങ്ങിയത്. 7 ലക്ഷം ലിറ്റർ സംഭരണ ശേഷിയുള്ളതാണിത്. നിലവിലുണ്ടായിരുന്ന ജീർണാവസ്ഥയിലായിരുന്ന ജലസംഭരണി പൊളിച്ചു നീക്കിയിരുന്നു. ഇവിടെയാണ് പുതിയ സംഭരണി നിർമ്മിക്കുന്നത്. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.